കഴിഞ്ഞ വർഷം മോട്ടറോള ലോഞ്ച് ചെയ്ത H50 Pro നല്ലൊരു ഓൾറൗണ്ട് പാക്കേജ് ആയിരുന്നു. അതായത് ആ ഫോൺ വന്ന പ്രൈസ് ഉണ്ടല്ലോ 30,000 റുപ്പീസ്, ആ പ്രൈസിൽ മോട്ടറോള ഒരുപാട് ഫീച്ചേഴ്സ് ആ ഫോണിൽ കുത്തി നിറച്ചാണ് തന്നത്. എന്നാൽ ഇത്തവണ മോട്ടറോള വീണ്ടും പവർ കൂട്ടിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷം വന്ന H50 Pro വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോട്ടറോള ഈ വർഷം ഇറക്കിയിരിക്കുന്ന H60 Proന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും മോട്ടറോള അപ്ഗ്രേഡ് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ അടുത്തിടെ ഇറങ്ങിയിട്ടുള്ളതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് കംപ്ലീറ്റ് മോട്ടറോള ഫോൺ ആയിരിക്കും ഈ കാണുന്ന H60 Pro. എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്യാം, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഇതാണ് മോട്ടറോളയുടെ പ്ലാസ്റ്റിക് ഫ്രീ പാക്കേജിംഗ്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫോൺ ഉണ്ട്, ഡോക്യുമെന്റ്സ്, ഫാസ്റ്റ് ചാർജർ ആൻഡ് ടൈപ്പ് സി ചാർജിംഗ് കേബിൾ. സോ ഈ H60 Pro 3 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. നമ്മുടെ കയ്യിലുള്ള ഈ പാൻറ്റോൺ ഡാസ്ലിംഗ് ബ്ലൂ, മറ്റ് 2 കളർ ഓപ്ഷൻസ് ആണ് ഈ കാണുന്ന പാൻറ്റോൺ ഷാഡോ ആൻഡ് പാൻറ്റോൺ സ്പാർക്ലിംഗ് ഗ്രേ. ലെഫ്റ്റ് സൈഡിൽ മോട്ടറോള കൊണ്ടുവന്നിരിക്കുന്ന പുതിയ AI കീ ആണ്. ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞുതരാം. ഫോണിന്റെ ബാക്കിൽ ഒരു പാറ്റേൺ ഉള്ള, അതായത് നല്ല രസമുണ്ട്, നല്ല പാറ്റേൺ ഉള്ള ഒരു വീഗൻ ലെതർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിസൈൻ അറിയാലോ, ഇത് മോട്ടറോളയുടെ ഇപ്പം ട്രേഡ് മാർക്ക് ഡിസൈനായി മാറിയിരിക്കുകയാണ്. ഈ കാണുന്ന വീഗൻ ലെതർ ആണെങ്കിലും ക്യാമറ മോഡ്യൂൾ ആണെങ്കിലും. പിന്നെ ഈ ഒരു ഫോണിന്റെ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും അത്യാവശ്യം കർവായി വരുന്നതുകൊണ്ട് ഒരു സ്ലിം ഫീൽ ആണ് കിട്ടുന്നത്. പിന്നെ 186 ഗ്രാം മാത്രമേ ഉള്ളൂ വെയിറ്റ്, സോ ലൈറ്റ് വെയിറ്റ് ആണ്. കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ H60 Pro IP68 ആൻഡ് IP69 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് റേറ്റിംഗുമായാണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ഫോൺ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫൈഡും കൂടിയാണ്. ഇത്തവണ മോട്ടറോള ചിപ്സെറ്റ് അപ്ഗ്രേഡ് ചെയ്ത് മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 8350 എക്സ്ട്രീം ചിപ്സെറ്റ് ആണ് തന്നിരിക്കുന്നത്. സോ കഴിഞ്ഞ വർഷം വന്ന സ്നാപ്ഡ്രാഗൺ 7 Gen 3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു അപ്ഗ്രേഡ് ആണ്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്ത സംഭവമാണ്, അതായത് ആ ഒരു ഫോണിൽ LPDDR4X RAM ആൻഡ് UFS 2.2 സ്റ്റോറേജ് ആണ്. അതും ഇത്തവണ അപ്ഗ്രേഡ് ചെയ്ത് ഫ്ലാഗ്ഷിപ്പ് ലെവൽ LPDDR5X RAM ആൻഡ് UFS 4.0 സ്റ്റോറേജ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ വന്നിരിക്കുന്ന AnTuTu സ്കോർ ക്ലോസ് ടു 1.4 മില്യൺ ആണ്. കഴിഞ്ഞ വർഷം ഇതേ AnTuTu സ്കോർ 8 lakh ഒക്കെ ആയിരുന്നു, 8 lakh 8.4 lakh ആയിരുന്നു. സോ മനസ്സിലായല്ലോ എത്രമാത്രം ഇംപ്രൂവ്മെന്റ് പെർഫോമൻസിൽ വന്നിട്ടുണ്ടെന്ന്. പിന്നെ ഞാൻ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അവിടെ നല്ല റിസൾട്ട് ആണ് കിട്ടിയത്. ഏകദേശം 85% ആയിരുന്നു ത്രോട്ട്ലിംഗ് സ്റ്റെബിലിറ്റി. സോ ഈ ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ, പ്രൈസിലേക്ക് ഞാൻ വരാം, ക്ലൂ തരാം, കഴിഞ്ഞ വർഷം വന്ന അതേ പ്രൈസിലാണ് ഇത്തവണ വന്നിരിക്കുന്നത്. സോ ആ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ല പെർഫോമൻസ് ആണ് ഇത്തവണ H60 Pro തരുന്നത്. BGMI 60 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓബ്വിയസ്ലി നല്ലൊരു ഗെയിം പ്ലേ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഞാൻ കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, ഇതാണ്ടില്ലേ 60 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്മൂത്ത് ഗെയിം പ്ലേ ആണ്. കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലിൽ അൾട്രാ വരെ കളിക്കാൻ പറ്റും, അവിടെയും നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഗെയിമിങ്ങിന്റെ സമയത്താണെങ്കിലും ഈവൻ ഔട്ട്ഡോർ ക്യാമറ യൂസ് ചെയ്യുമ്പോഴും ഹീറ്റിംഗ് എനിക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അറിയാലും നല്ല ചൂടുള്ള സമയമാണ്. സോ ബാക്കിൽ ചെറിയൊരു വാംത്ത് നമുക്ക് ഫീൽ ആവും, ഒരു ഇളം ചൂട് നമുക്ക് ഫീൽ ആവും. പക്ഷേ അത് പെട്ടെന്ന് തന്നെ കൂൾ ഡൗൺ ആവുന്നുണ്ട്. അതിനുള്ള കാരണം ഒരു പക്ഷേ ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന വേപ്പർ ചേമ്പർ കൂളിംഗ് ആകാം. പിന്നെ സൈഡിൽ ഗെയിം ബാറിന്റെ ഫീച്ചർ വരുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോൺ പെർഫോമൻസ് മോഡിൽ ഇടാൻ പറ്റും. ഈവൻ FPS നമുക്ക് വേണമെങ്കിൽ ട്രാക്ക് ചെയ്യാം. എന്താ കണ്ടില്ലേ, ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 15 ബേസ് ചെയ്തിട്ടുള്ള ഹെലോ UI ആണ് വന്നിരിക്കുന്നത്. മോട്ടറോള ഈ ഒരു ഫോണിന്റെ കൂടെ 3 years ഓഫ് വോയിസ് അപ്ഡേറ്റ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ നല്ലോണം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് അങ്ങനെ മേജർ സ്റ്റട്ടേഴ്സും ലാഗ്സും ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ഒരുപക്ഷെ നല്ല പവർഫുൾ ചിപ്സെറ്റും അതിന്റെ കൂടെ തന്നെ നല്ല ഫാസ്റ്റ് റാം സ്റ്റോറേജ് ഉള്ളതുകൊണ്ടാവാം നോർമലി കണ്ടുവരുന്ന തരത്തിലുള്ള സ്റ്റട്ടേഴ്സും ലാഗ്സും ഒന്നും ഞാൻ ഇവിടെ ഫേസ് ചെയ്തില്ല. പിന്നെ ഇതിന്റെ സോഫ്റ്റ്വെയറിൽ ചില തേർഡ് പാർട്ടി ഗെയിംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ബ്ലോക്ക് ബ്ലാസ്റ്റ്, ബബിൾ ഷൂട്ടർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ ഒരു മോട്ടറോള ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, മോട്ടോ ഫീച്ചേഴ്സ്, അതെല്ലാം ഫീച്ചേഴ്സ് ഈ ഫോണും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എഡ്ജ് ലൈറ്റിംഗ് ഉണ്ട്, ജെസ്റ്റേഴ്സിന്റെ ഫീച്ചർ, മോട്ടോ അൺപ്ലഗ്ഡ്, മോട്ടോ സെക്യൂർ, ഫാമിലി സ്പേസ്, പിന്നെ അറിയാലോ സ്മാർട്ട് കണക്റ്റിന്റെ ഫീച്ചർ. നമുക്ക് ഈ ഒരു ഫോൺ മറ്റൊരു ടാബ്ലറ്റ് അല്ലെങ്കിൽ PC ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആപ്പുകൾ സ്ട്രീം ചെയ്യാം, ഫയൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും, ഫോൺ മിറർ ചെയ്യാം, ഇൻസ്റ്റന്റ് ഹോട്ട്സ്പോട്ട്, അതെല്ലാം ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ ഒരു സ്പെഷ്യൽ ഫീച്ചർ ഉണ്ട്. യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന ചാനൽ എടുത്താൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഇങ്ങനെ കയറിയിട്ട് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മോട്ടറോള ഈ ഒരു ഫോണിൽ ഒരു ലോഡ് AI ഫീച്ചേഴ്സ് ഇട്ട് തന്നിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ ആക്ച്വലി എല്ലാ AI ഫീച്ചേഴ്സും ഓൺ ഡിവൈസ് ആണ്. അതായത് ഈ ക്ലൗഡിലേക്ക് സെൻഡ് ചെയ്യുക, അവിടുന്ന് റിസീവ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. എല്ലാ AI ഫീച്ചേഴ്സ് ഡയറക്ട്ലി ഓൺ ഡിവൈസ് ആണ് റൺ ആവുന്നത്. സോ മോട്ടറോള പറയുന്ന അനുസരിച്ച് അത് കുറച്ചും കൂടി സെക്യൂർ ആണ്. പിന്നെ ഈ ഒരു മോട്ടോ AI ഫീച്ചേഴ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു പ്രത്യേക AI കീ മോട്ടറോള ഇട്ട് തന്നിട്ടുണ്ട്. അത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ മോട്ടോ AI ഫീച്ചേഴ്സ് ഓൺ ആയി വരും. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള AI ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യാം. ഒരു പുതിയ നെക്സ്റ്റ് മൂവ് എന്നൊരു AI ഫീച്ചർ വന്നിട്ടുണ്ട്. ബേസിക്കലി സംഭവം എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു കോണ്ടന്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് വീഡിയോ ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഓബ്വിയസ്ലി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും, ആ റെസിപ്പി സേവ് ചെയ്യണം അല്ലേ. സോ ഈ ഒരു മോട്ടോ AI ഫീച്ചർ ഈ പറഞ്ഞ ആക്ഷൻസ് നമുക്ക് റെക്കമെൻഡ് ചെയ്യും. ഇതാ കണ്ടില്ലേ, സോ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ഓട്ടോമാറ്റിക്കലി ഇവിടെ ആ റെസിപ്പി സേവ് ചെയ്യാനുള്ള ഒരു പ്രോംപ്റ്റ് കാണിക്കുന്നുണ്ട്. ഇതാണ് ബേസിക്കലി
കംപ്ലീറ്റ്ലി നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി നിങ്ങൾക്ക് ഇൻ ഡെപ്ത് ആയിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡീറ്റെയിൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഇൻബിൽഡ് ആയിട്ട് പെർപ്ലെക്സിറ്റി AI വരുന്നുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകം അക്കൗണ്ടിന്റെ അല്ലെങ്കിൽ സൈനപ്പിന്റെ ആവശ്യമൊന്നുമില്ല. ഡയറക്ട്ലി അത് ആക്സസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഡീറ്റെയിലിൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ പറ്റും. ഇമേജ് സ്റ്റുഡിയോയുടെ ഓപ്ഷൻ ഉണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒന്നെങ്കിൽ പ്രോംപ്റ്റ് വഴി ഇതുപോലുള്ള AI ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആവറ്റാർസ് ഉണ്ടാക്കാം, സ്കെച്ചുകൾ ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾ ഒരൊറ്റ ലൊക്കേഷനിലാണ് വരുന്നത്. അതാണ് ഇമേജ് സ്റ്റുഡിയോ. പിന്നെ ഈ കാണുന്ന അപ്ഡേറ്റ് മീ ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സമറൈസ് ചെയ്ത് നമ്മളോട് പറഞ്ഞു തരും. ടേക്ക് നോട്ട്സിന്റെ ഫീച്ചർ വഴി നമുക്ക് ഒരു ഓഡിയോ പെട്ടെന്ന് റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് ആ ഒരു ഓഡിയോയുടെ ട്രാൻസ്ക്രിപ്റ്റ് കാര്യങ്ങൾ പിന്നെ സമ്മറി അതെല്ലാം ഇതിലുള്ള മോട്ടോ AI ഉണ്ടാക്കി തരും. അതുപോലെ തന്നെ ഈ റിമെമ്പർ ദിസ് കണ്ടോ. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, ആ ഒരു പാനൽ ലൈറ്റ്, ആ ലൈറ്റ് ആമസോണിലേക്ക് കണക്ട് ചെയ്യണം. സോ ഈ സംഭവം എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് നോട്ട്സ് എഴുതാൻ പറ്റും. എന്നിട്ട് പിന്നീട് വേണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഓർത്തെടുക്കാം മെമ്മറീസിൽ പോയിട്ട്. അതാണ് ഈ റിമെമ്പർ ദിസ്. അതിനോടൊപ്പം തന്നെ സർക്കിൾഡ് സെർച്ചിന്റെ ഫീച്ചർ ആണെങ്കിലും ഗൂഗിൾ ജെമിനി ആണെങ്കിലും ഇതെല്ലാം ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 6.7 ഇഞ്ച് സൈസ് ഉള്ള 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന പാൻറ്റോൺ വാലിഡേറ്റഡ് OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ബോഡിയുടെ സൈസ് കണ്ടോ, അതിന്റെ ഏകദേശം 96% ഡിസ്പ്ലേ ആണ്. അത് തീർച്ചയായിട്ടും സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. കാരണം ബെസസ് ഉണ്ടല്ലോ ഓൾമോസ്റ്റ് മിനിമം ആണ്, വളരെ മിനിമം ബെസസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ 4 സൈഡും കർവ് ആവുന്നതുകൊണ്ട്, പ്രത്യേകിച്ചും ലെഫ്റ്റ് റൈറ്റ് സൈഡ് ഉണ്ടല്ലോ, ഈ 2 അറ്റം അവിടെ മുട്ടൻ കർവ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ പ്രോപ്പർ കർവ് ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഫ്ലാറ്റ് ആണോ ഇഷ്ടം, കർവ് ആണോ ഇഷ്ടം, അതൊക്കെ ഓരോരുത്തരുടെ പ്രയോറിറ്റി ആണ്. നിങ്ങൾക്ക് ഇഷ്ടം കർവ് ഡിസ്പ്ലേ ആണെങ്കിൽ, അതായത് പ്രത്യേകിച്ചും കർവ് ഡിസ്പ്ലേ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പ്രീമിയം ഫീൽ കിട്ടാറുണ്ടെങ്കിൽ ഈ ഡിസ്പ്ലേ നിങ്ങൾക്ക് സ്വർഗം പോലെയായിരിക്കും. വളരെ നല്ല കർവ് ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. അതിൽ ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തു, ഔട്ട് ഓഫ് ദ ബോക്സ് വിവിഡ് കളർ പാറ്റേൺ അല്ലെങ്കിൽ കളർ പ്രൊഫൈലാണ് വരുന്നത്. ഓക്കെ, വിവിഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കളേഴ്സും സാച്ചുറേഷൻ ആയിരിക്കും. എനിക്ക് അത്രയും കളറും സാച്ചുറേഷൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ സെറ്റിംഗ്സിൽ കയറിയിട്ട് അത് നാച്ചുറൽ ആക്കി. സോ നിങ്ങളും ഈ ഒരു ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഏത് കളർ പ്രൊഫൈലാണ് ഇഷ്ടം. 1400 നിറ്റ്സിന്റെ HBM ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ പക്കയാണ്. അത് കണ്ടില്ലേ, ഫോട്ടോസും വീഡിയോസും ടെക്സ്റ്റ് ഒക്കെ ഈസിലി വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. HDR10+ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. നെറ്റ്ഫ്ലിക്സിൽ HDR സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷേ യൂട്യൂബിൽ നിങ്ങൾക്ക് HDR വീഡിയോസ് കാണാം. പിന്നെ ഈ ഡിസ്പ്ലേ സ്മാർട്ട് വാട്ടർ ടച്ച് 3.0 സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ഡിസ്പ്ലേയുടെ മേളിൽ വെള്ളത്തിന്റെ ഡ്രോപ്സോ തുള്ളികളോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നനവൊക്കെ ഉണ്ടെങ്കിലും ഈസിലി നിങ്ങൾക്ക് ഈ ഒരു ഫോൺ അൺലോക്ക് ചെയ്യാൻ പറ്റും. ഈവൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്യാം, ഫോൺ കോൾസ് ഒക്കെ വിളിക്കാം. നല്ല ഓഡിയോ ഔട്ട്പുട്ട് തരുന്ന ഡോൾബി ആറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഫോണിൽ തന്നിരിക്കുന്നത്. 6000 mAh ഒരു യമണ്ടൻ ബാറ്ററിയുമായാണ് ഈ ഒരു ഫോൺ വരുന്നത്. സോ ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ആണ് കിട്ടുന്നത്. അതായത് ഈസിലി നമുക്ക് ഒരു ദിവസത്തെ ബാറ്ററി ബാക്കപ്പും പിന്നെ ചില സമയത്ത് അതിനപ്പുറത്തേക്കുള്ള ബാറ്ററി ബാക്കപ്പും ഈ ഒരു ഫോൺ തരുന്നുണ്ട്. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചാർജർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 1 മണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. 50 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഈ ഫോണിന്റെ ബാക്കിൽ തന്നിരിക്കുന്നത്. മോട്ടറോള ഈ ഒരു ക്യാമറ സെറ്റപ്പ് ഇത്തവണ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ക്യാമറ 50 മെഗാപിക്സലിന്റെ സോണി ലിറ്റിയ 700C സെൻസർ ഉള്ള ക്യാമറയാണ്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൾട്രാവൈഡ് ക്യാമറയും അപ്ഗ്രേഡ് ചെയ്ത് 50 മെഗാപിക്സൽ ആക്കിയിട്ടുണ്ട്. പിന്നെ 3x ഓപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന ടെലിഫോട്ടോ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ഫ്രണ്ടിലുള്ളത് 50 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ്. ഞാൻ ഈ ഫോൺ വെച്ചെടുത്തിരിക്കുന്ന ഫോട്ടോ സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. എനിക്ക് ആക്ച്വലി ഇതിന്റെ ക്യാമറ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും ഫോട്ടോഗ്രാഫി പെർഫോമൻസ് നല്ലതാണ്. ആക്ച്വലി കഴിഞ്ഞ വർഷം വന്ന H50 Proയുടെ ക്യാമറ പെർഫോമൻസ് നല്ലതായിരുന്നു. ഇവിടെ കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. കളേഴ്സ് ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഓവറായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ ആ റെഡ്, ഗ്രീൻ, ബ്ലൂ കളറൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നല്ലോണം തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതായത് ഐ പ്ലീസിങ് സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസ് എന്നൊക്കെ പറയാൻ പറ്റും. പിന്നെ ഹ്യൂമൻ സബ്ജക്റ്റിന്റെ നോർമൽ ഫോട്ടോസിൽ സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ 50 മെഗാപിക്സലിലെ അൾട്രാവൈഡ് ക്യാമറ ആയതുകൊണ്ട് അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. കളേഴ്സ് നോക്കുകയാണെങ്കിൽ മെയിൻ ക്യാമറ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ അതിന്റെ കളേഴ്സ് നമുക്ക് അൾട്രാവൈഡ് ക്യാമറയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ അൾട്രാവൈഡ് ക്യാമറ വെച്ച് നമുക്ക് ഇത്തരത്തിലുള്ള മാക്രോ ഫോട്ടോസും ഷൂട്ട് ചെയ്യാം. നോർമൽ സൂം നോക്കുകയാണെങ്കിൽ 1x, 2x, 3x ആൻഡ് മാക്സിമം 50x വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും കാണിച്ചു തരാം. 1x, 2x, 3x ആൻഡ് മാക്സിമം 50x. പോർട്രേറ്റ് ഫോട്ടോസ് ഈ കാണുന്ന 24mm, 35mm, 50mm ആൻഡ് 85mm സൂമിലെടുക്കാം. റിസൾട്ട് നൈസ് ആണ്. എച്ച് ഡിറക്ഷൻ ആണെങ്കിലും ബ്ലർ ആണെങ്കിലും ഓക്കെ ആയിട്ട് തോന്നി. പിന്നെ 50mm നിന്ന് 85mm മാറുമ്പോൾ ചെറിയൊരു കളർ ടോൺ അവിടെ വ്യത്യാസം വരുന്നുണ്ട്. അതായത് 85mm കുറച്ചും കൂടി വാം ആണ്. ഫോട്ടോ നൈസ് ആണ്, ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ ഈ ടോണിൽ വന്നിരിക്കുന്ന മാറ്റം ഞാൻ നോട്ടീസ് ചെയ്തു, അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. ഇതിന്റെ 50 മെഗാപിക്സൽ സെൽഫി ക്യാമറ വെച്ച് എടുത്തിരിക്കുന്ന ഫോട്ടോസിലുള്ള സ്കിൻ ടോൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നല്ല നാച്ചുറൽ സ്കിൻ ടോൺ ആണ് വരുന്നത്. നല്ല റിസൾട്ട് ആണ് കിട്ടിയത്. ഈവൻ എൻ്റെ ബാക്കിൽ എൻ്റെ
ഫേസിന്റെ ബാക്കിൽ ലൈറ്റ് ഉണ്ടെങ്കിലും നമ്മുടെ ഫേസ് അത്യാവശ്യം ക്ലിയർ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. പോർട്രേറ്റ് സെൽഫീസും ഓക്കെയാണ്, എന്നാൽ എഡ്ജ് ഡിറ്റക്ഷൻ കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു. പിന്നെ ഈ ഫോണിന്റെ മെയിൻ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ രണ്ടും വെച്ച് നമുക്ക് ഇത്തരത്തിലുള്ള 4K at 30 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. രണ്ട് ക്യാമറകളും സ്റ്റേബിൾ വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് വലിയ കുലുക്കമില്ലാതെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇത് കണ്ടില്ലേ, ക്യാമറയിലുള്ള AI ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഫോണിൽ അറിയാലോ ഗൂഗിളിന്റെ ഫോട്ടോസ് ആപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ ആ ഫോട്ടോസ് ആപ്ലിക്കേഷനുള്ള മാജിക് എഡിറ്റർ ആണെങ്കിലും മാജിക് ഇറേസർ, ഫോട്ടോ അൺബ്ലർ, പിന്നെ സ്കൈന്റെ കളറും ടോണൊക്കെ മാറ്റി തരുന്ന ഫീച്ചറൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതെല്ലാം ഇവിടെ വർക്ക് ആവുന്നുണ്ട്. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. Wi-Fi 6 ആൻഡ് ബ്ലൂടൂത്ത് 5.4 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5G കണക്ടിവിറ്റി, നെറ്റ്വർക്ക് കവറേജ് ആണെങ്കിലും കോൾ ക്വാളിറ്റി അതൊക്കെ ഓക്കെ ആയിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ള ഹാപ്റ്റിക് മോട്ടോഴ്സ് ആണ് ഫിറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. സോ ഓവറോൾ ടൈപ്പ് ചെയ്യുമ്പോഴും പിന്നെ ക്യാമറ UI ആണെങ്കിലും എല്ലായിടത്തും മോട്ടറോള ഈ ഒരു ഹാപ്റ്റിക് എക്സ്പീരിയൻസ് നല്ലോണം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ആവുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഈ ഫോണിന്റെ കൂടെ വരുന്നുണ്ട്. സോ ഈ മോട്ടറോള Edge 60 Proയുടെ ലോഞ്ച് പ്രൈസ് ആണ് 29,990 രൂപ. അതായത് ബേസ് വേരിയന്റിന്റെ പ്രൈസ് ആണ് 29,999. സോ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ മോട്ടറോള ഇത്തവണ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അപ്ഗ്രേഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഡിസൈൻ ആണെങ്കിലും ഡിസ്പ്ലേ ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ബാറ്ററി ചാർജിങ്, AI ഫീച്ചേഴ്സ് എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ ഇംപ്രൂവ്മെന്റും അപ്ഗ്രേഡ് ഒക്കെ മോട്ടറോള കൊണ്ടുവന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ ഒരു ഫീച്ചർ പാക്ഡ് ഫോൺ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ Edge 60 Pro ചെക്കൗട്ട് ചെയ്യാം. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ബൈ.